പലരുമായിട്ട് സംസാരിച്ചതിന്റെ പലരും വരും. ഈ പറഞ്ഞവർ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല, ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ. അപ്പൊ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ എനിക്ക് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്നതെന്ന്. കാരണം നമുക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ്. എൻ്റെ പിതാവ് ആരെയും നോക്കില്ല അക്കാര്യത്തില്. അദ്ദേഹം വികസനം കേരളത്തിന് ഇന്ന് ഓരോന്നെടുത്ത് നോക്കൂ. എവിടെയെങ്കിലും എനിക്ക് അതിശയം തോന്നിയത്, ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്ന് മോനെ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റ് തറക്കല്ലിട്ടത് കെ കരുണാകരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ ഇവിടെ എത്തിയോന്ന് ചോദിച്ചു. അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കമിട്ടിരുന്ന അദ്ദേഹമായിരുന്നു. പിന്നെ എൻ്റെ പിതാവ് എന്നെ ശപിക്കില്ല, കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രമാണ്. അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വരും വിട്ടുപോകാൻ കാരണം. അപ്പൊ കെ കരുണാകരന്റെ അവകാശം പറയാൻ ആരും വരണ്ട, നോക്കി എനിക്ക് തന്നെയാണ് അവകാശം. 17 കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോട്ടെ, എന്തായാലും നമ്മൾ ജന്മനാ അച്ഛനാവും, നമ്മളച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ അവകാശവാദങ്ങൾ വേണ്ട, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തൃശ്ശൂര് എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട്. അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ അന്ന് മര്യാദയോട്, ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട, അത് ചേട്ടൻ്റെയും കൂടി പേരിൽ കിടന്നോട്ടെ, അത് എന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോ ഒരു അവകാശമായി ആൾക്ക്. ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ആരൊക്കെ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മാതിരി സങ്കുചിത മനസ്സിലല്ല, എൻ്റെ റൂമിൽ ഞാൻ കിടക്കും, ചേട്ടൻ വേണേ താഴെ വന്ന് കിടന്നോട്ടെ. അപ്പൊ ചേട്ടനൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവള് മഹാസ്ഥാനം എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു. അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ, കോൺഗ്രസ്സുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാണ്. ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത്. അല്ല, തമാശക്ക് പറഞ്ഞാണ്. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അതപ്പൊ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല, അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇന്നിപ്പോ ഞാൻ ട്രെയിനിൽ വരുമ്പോ ഒരു ന്യൂസ് വായിച്ചു. കൊല്ലത്തുള്ളൊരു നേതാവാണ്. അതായത് എന്താ, നാറിയവരും ഇവരെയൊന്നും പിടിച്ചു കൊണ്ടുപോകാനേ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് വെച്ചു. അദ്ദേഹത്തോട് എനിക്ക് പറയുന്ന നേരെ ഒന്ന് കഷ്ടപ്പെട്ട ഒരു 10 പേര് ആ പാർട്ടിയിൽ പോകും. ആ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു MP ഉണ്ട്, അദ്ദേഹം എപ്പോഴാ ഇവിടുന്ന് അങ്ങോട്ട് ചാടുക നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരാള് എന്നെ പറയാൻ വരണ്ട. ഞാൻ നല്ല അസലായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒരു നാറ്റുമില്ലാണ്ട് ജീവിക്കുന്ന ആള്. അവരെ തന്നെ നോക്കിയാൽ മതി, ഒന്നും വേണ്ട. അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലം തൊട്ട് നീണ്ടകര തൊട്ട് ആ കൊല്ലം വരെ ഒന്ന് അദ്ദേഹം ഒരു 10 വരെ കിട്ടുമല്ലോ, എന്താ കിട്ടാത്തത്? അപ്പൊ അതിന് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇവരോടൊക്കെ എനിക്ക് ഏറ്റവും ഇതിൽ വന്നതിൽ സന്തോഷം, ഇത്രയും കാലമായി മനസ്സിൽ അടക്കി പിടിച്ച എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ആരെങ്കിലും ഇനി പറഞ്ഞ അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം അത്രയധികം മനസ്സിന് സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടുന്ന് പടിയിറങ്ങിയത്.